ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരു കാര്യം പറയാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ വാട്സപ്പിനകത്തും ഒക്കെ ചോദിക്കും, യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് വരുമാനം ഒന്നും കിട്ടുന്നില്ല, എത്ര രൂപ കിട്ടി, വരുമാനം കിട്ടിയിട്ട് എന്താ മിണ്ടാതിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫ്രണ്ട്സ് ആയാലും കുറേ ആൾക്കാരൊക്കെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ ലൈവിലായാലും ഒക്കെ ചോദിക്കും, എന്താ വരുമാനം ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. അവർക്കായിട്ട് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഞാനാദ്യമേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യമേ ഇൻകം ഒന്നും കിട്ടണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ആയിരുന്നില്ല ഞാനിതൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയതും അതുപോലെ തന്നെ മാക്സിമം നമുക്ക് വാച്ചർ കംപ്ലീറ്റ് ആയതും അതിനുവേണ്ടി അന്നേരം ആൽഫ് മോണിക്ക് അപേക്ഷ കൊടുക്കണം, ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. പിന്നീട് ഓരോരുത്തർ പറഞ്ഞുള്ള അറിവിലാണ് ഇതെല്ലാം ചെയ്ത് നമ്മൾ ഇത്രയൊക്കെ ആക്കിയെല്ലാം വെച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻകം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, അവർക്കൊക്കെ അതൊരു നിസ്സാരമാണ്. ഞാൻ ആദ്യമേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഉള്ളവർ പോലും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇതെന്തൊക്കെ ഈ കാണിച്ച് വെക്കുന്നത്, എന്നാൽ ജസ്റ്റ് നമ്മളൊന്ന് റീൽസിനകത്തോ എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്താലും ഒക്കെ അതിനെല്ലാം പഴിവാക്കുകളും ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ മറികടന്നിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാനിപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കുത്തുവർത്താനങ്ങളും പഴിവാക്കുകളും എല്ലാം കേട്ടിട്ട് തന്നെയാണ്, എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളും നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ അനിയത്തിയായാലും ആങ്ങളയായാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് എൻ്റെ ആങ്ങളയായിരുന്നു. കാരണം യൂട്യൂബിൻ്റെ ഒരു കുന്തം അറിയാത്ത എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ തരുന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. അപ്പം എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് തന്നെയുമല്ല, നമ്മളെ ഒരുപാട് പഴിവാക്കുകൾ പറഞ്ഞവരുടെയൊക്കെ മുമ്പിൽ ഞെളിഞ്ഞ് നിന്നിട്ട് എനിക്ക് ഇത്ര കിട്ടി എന്ന് പറയുന്ന ആ ഒരു ഇച്ചിരി അഹങ്കാരവും ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ചില ആൾക്കാർ ഈ നമ്മളെ പഴി പറഞ്ഞ ആൾക്കാർ തന്നെ പറയും, ഓ പിന്നെ എന്ത് വേണം, യൂട്യൂബിൽ നിന്നൊക്കെ പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയില്ല, മാസം എന്തായാലും എമൗണ്ടൊക്കെ കിട്ടും, അത് തന്നെയല്ല എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ അതോട് കുത്തിക്കുറിച്ചൊക്കെ അങ്ങ് ഇട്ടാൽ മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്തും കാണിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഇവർ എത്ര പറഞ്ഞാലും അവരിലെ പട്ടിയുടെ വാല് എത്ര നാൾ കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കാര്യങ്ങൾ കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്കതൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ടാണോ യൂട്യൂബിനകത്ത് പൈസ കിട്ടുന്നത്? എന്തായാലും ചാനലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ കാണുന്നത്. അപ്പം നിങ്ങളൊക്കെ തന്നെ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി 4000 വാച്ചർ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളത് ഇൻകം കിട്ടത്തക്ക രീതിയിൽ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവന്ന് എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടാണെന്ന് അറിയാമല്ലോ. നമ്മൾ ചുമ്മാതെ എന്തെങ്കിലും ഒരു വീഡിയോസോ ഷോർട്സോ എടുത്തിട്ടല്ല അതങ്ങ് കയറണമെന്നുണ്ടോ? അതെന്തായാലും അത് ഈ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ചുമ്മാ ഇരുന്നവരെന്ന് പറയും. എന്നിട്ട് പറയുന്നത് എന്താ, മാസം നല്ലൊരു എമൗണ്ടാണ് കിട്ടുന്നതെന്ന്. എങ്ങും തൊടാതെ 10-30,000 രൂപ മാസം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും എനിക്ക് നല്ലതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് എന്നോടുള്ള ചോദ്യം. അതാണ് മാസം 10-30,000 രൂപ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തോ വേണം, വീട്ടിൽ വെറുതെ കുത്തിയിരുന്നാൽ കിട്ടുന്നതല്ലേ എന്ന്. അല്ല, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാൻ, ഈ 10-30,000 രൂപ വെറുതെ വല്ലവരും കൊണ്ട് തരുമോ? ഈ 30,000 രൂപയൊക്കെ മാസം കിട്ടി നമ്മൾ ആരായേനെ അല്ലേ? എന്നാൽ പിന്നെ ഈ ജോലിക്ക്, ഗവൺമെൻറ് ജോലിക്കും ഈ പഠിച്ച് നല്ല വലിയ ഉയർന്ന ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ വീട്ടിൽ മാറി കുത്തിയിരുന്ന് യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് അവർ മാസം 30,000 രൂപ സമ്പാദിച്ച വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒഴിവായി കിട്ടുമല്ലോ. എൻ്റെ പൊന്നോ, ഞാനങ്ങ് നമിച്ച് കേട്ടോ നിങ്ങളോടൊക്കെ. ഇത് കുറേ ആൾക്കാർ, പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, കുറേ ആൾക്കാർ എൻ്റെ മൊബൈലിനെ തൊട്ടിട്ട കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ അവരെ പേര് വെളിപ്പെടുത്തി ഞാൻ അവരെ പരിഹസിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള മറുപടി എന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്ക് ചാനൽ ഓൺ ആകുകയും ചെയ്ത് എനിക്ക് ഇൻകം എനിക്ക് ശരിയാകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഡോളർ എനിക്ക് കയറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരോട് എൻ്റെ ഒരു സന്തോഷമായിട്ട് ഞാൻ പറയുകയാണ്. ഇനിയിപ്പം സത്യത്തിൽ ഞാൻ പറയാം, ഞാനൊരു യൂട്യൂബറാണ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പിനകത്ത്, എൻ്റെ മൊബൈൽ തുറന്നിട്ട് വാട്സപ്പ് നോക്കുമ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിനകത്തൊന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചോദിക്കും,
യൂട്യൂബിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങി, യൂട്യൂബിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങിയത്. പക്ഷേ ഇനി അവരോടൊക്കെ എനിക്ക് പറയാം കേട്ടോ, എനിക്ക് യൂട്യൂബിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങി, മാക്സിമം ഞാൻ അടുത്ത വരുമാനത്തിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പം ഒരു കുന്തം അറിയാൻ വയ്യാത്ത എനിക്ക് യൂട്യൂബിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും എന്നെക്കാൾ ഇച്ചിരിയും കൂടെ ഭേദമായിട്ട് പറയാനും ഇച്ചിരിയും കൂടെ എല്ലാം അറിയാവുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇതിൽ തന്നെ വരുമാനം കിട്ടുമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരും കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം നമ്മളെ ഈ പഴിവാക്കൊക്കെ പറയുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമേ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ നിർത്താം എന്ന് വരെ വിചാരിച്ചായിരുന്നു. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് അവരോടൊക്കെ പോകാൻ പറ, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടായോ, നീ മുന്നോട്ട് പോ, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് താങ്ങായിട്ടും എന്നാൽ എൻ്റെ ചാനലിൽ കയറി എന്നോട് റീൽസ് ഇടാനും ഷോർട്സ് ഇടാനും ഒന്നും പുള്ളി അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നല്ലതാണെന്ന് തോന്നിയിട്ട് തന്നെയല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു ഭാഗ്യം മറ്റൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഈ പരാതിയും പരിഭവവും പറയുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് പോയി ജോലി നോക്ക് കേട്ടോ. അപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ഒരാളുള്ളപ്പോൾ എനിക്ക് നിങ്ങളുടെ പഴിവാക്കുകളും പരാതികളും ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.